നമസ്കാരം. സീനിയർ ഒപ്പോ ജൂനിയർ അനങ്ങണ്ട അവിടെ ഇരിക്കട്ടെ. നമസ്കാരമുണ്ട്. നടികർ തിലകം തെലങ്കാനയിലെ വലിയ പ്രൊഡ്യൂസേഴ്സായ മൈത്രി മൂവി മേക്കേഴ്സും ഗോഡ് സ്പീഡ് എന്ന് പറയുന്ന കമ്പനിയും ചേർന്ന് ഒരുമിച്ച് നിർമ്മിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ടോവിനോ തോമസ്, സൗബിൻ, സുരേഷ് കൃഷ്ണ, ബാലു, ഭാവന, പിന്നെ ഒരു 10-20ഓളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന എൻ്റെ മകൻ ലാൽ ജോലിയിൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നടികർ തിലകം. അതിപ്പോ സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാവരും അറിയാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും പത്ര, TV, മാധ്യമങ്ങളിലെ, ഓൺലൈൻ മീഡിയയിലെ പ്രവർത്തകർ, അങ്ങനെ സുഹൃത്തുക്കളാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊടുക്കുന്നു. ഇനി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം. അതിനൊരു പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു. ഒരു 2 മാസം മുമ്പ്, അന്ന് ജീനൊക്കെ ഷൂട്ടിങ്ങുമായിട്ട് കാശ്മീരായിരുന്നു. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസറിന്റെ ആയിരുന്നു. പ്രൊഫസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന, ഇത്രയും എളിമയായി സംസാരിക്കുന്ന, ഇത്രയും ആതിഥേയ മര്യാദയുള്ള, എനിക്ക് തോന്നുന്നു സാറുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടാവും. നല്ലൊരു ഭക്ഷണപ്രിയം കൂടിയാണ് അദ്ദേഹം. എന്നെയും പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് വീട്ടിൽ വരണം. വീട്ടിൽ മാത്രമല്ല, സേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്നേഹമുള്ള, നന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോൺ കോളാണ് എനിക്ക് അന്നെത്തിയത്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു, സാർ, കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ആ പടത്തിന്റെ പേര് നടികർ തിലകം എന്നാണ്. ഞാൻ സാറത് എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമ. അയ്യോ അപ്പ പിന്നെ കുറച്ചേരൊക്കെ പുള്ളി ചിരിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്താ സാറേ? ഇല്ല സാർ, പുള്ളി തപ്പി കളിക്കുന്നു. വീണ്ടും ചോദിച്ചപ്പോ വേറെ ഒന്നുമല്ല ലാൽ സാർ, എന്നെ ലാൽ സാറിനെ വിളിക്കുന്നു. എന്നെ മാത്രമല്ല, ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ എല്ലാവരെയും സാറ് കൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നടികർ തിലകം എന്ന് പറയുന്നത്. ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ ആ പേരൊരു സിനിമയ്ക്ക് വരുന്നത് മുൻപൊരിക്കലും തമിഴ്നാരോ ആ പേരിടാൻ ശ്രമിച്ചതാണ്. അപ്പോ സ്നേഹപൂർവ്വം പറഞ്ഞത് ഒഴിവാക്കി. ഇത് ലാൽ സാറിന് ഞാൻ എങ്ങനെ പറയുന്നു, ഇത്രയും നാളായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പൊ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെയാ മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല. ഇത് ആവശ്യമായിട്ടും അല്ല, എന്താ പറയാ, എന്റെ ഒരു ഡിമാൻഡായിട്ടൊന്നുമല്ല, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പേരൊന്നും മാറ്റിയാൽ നന്നായിരുന്നു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാലും ഒരു 7-8 മാസത്തോളമായിട്ട് ഇതിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെയൊക്കെ സഹായത്തോടെ എല്ലാവരിലേക്കും നടികർ തിലകം എന്നൊരു പേര് എത്തിച്ചു കഴിഞ്ഞു. ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലി അവിടെ കിടപ്പുണ്ട്. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഞങ്ങൾ പറഞ്ഞാൽ അവര് കാശ്മീർ ഷൂട്ടിങ് പോയിരിക്കുകയാണ്. അവര് അടുത്ത ആഴ്ച വരും. ഞാൻ അപ്പോഴേക്കും അതിനൊരു കഴിയുന്നത് പോസിറ്റീവായിട്ടൊരു മറുപടി പറയാം എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു കഴിഞ്ഞതിന് ശേഷം സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു. എന്നോട് സോറി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തിച്ചതിന് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, നോക്കിയിട്ട് മതി എന്നൊക്കെ പറയുന്നൊരു റിക്വസ്റ്റ് വലിയൊരു സംഭവമാണ്. അപ്പൊ ഞാൻ കരുതി ഒരാഴ്ച കഴിഞ്ഞ് ഇവര് കാശ്മീരിൽ നിന്ന് വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യിക്കുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലാന്ന് കരുതിയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി. ഞാൻ പോകേണ്ടതാണ്, ഒരാഴ്ച കഴിഞ്ഞ് പോകേണ്ടതാണ്. പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ജീന് ഒന്ന് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത്, അവരാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ് വേറൊരു പ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, പ്രൊഡക്ഷൻ കാര്യമാണെങ്കിലും എന്താണെങ്കിലും. എങ്കിലും ഇത് സംസാരിക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ല ജീനെ. ഞാൻ എന്നിട്ട് ആ വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞ ഉടനെ അനുജി പറഞ്ഞു, പപ്പ നമ്മുടെ പേര് മാറ്റുന്നു, അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ചോദിച്ചോടാ, പുതിയ പേര് എന്തെങ്കിലും ആവട്ടെ. പ്രഭുസാറിനെ പോലത്തെ ഒരാള് ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു അപ്പനോടുള്ള, പിതാവിനോടുള്ള സ്നേഹം,
അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഐശ്വര്യക്കേട് ഭയങ്കരമായിരിക്കും. നമ്മൾ പേര് മാറ്റുന്നു പാപ്പ, അത് എന്താണെങ്കിൽ പേരെന്നൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയണം. ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു. സാറ് നമ്മുടെ പേര് മാറ്റി സാറ്, കുഴപ്പമില്ല, എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചിട്ട് മാറ്റിക്കൊള്ളാം, കുഴപ്പമില്ല. ലാൽ സാർ അങ്ങനെ മുഴുവനായിട്ട് മാറ്റണ്ട, നടികത്തിലൊക്കെ ഫാൻ അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലും മതി, നടനത്തിലെ ഒന്ന് മൊത്തത്തിൽ മാറ്റണ്ട, അത് വെച്ചോളൂ. ഞാൻ പറഞ്ഞില്ല സാറേ, നമ്മളെന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്വാർത്ഥ ബുദ്ധി ഒന്ന് ഉണർന്നു. ഇതെങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുവരണമല്ലോ, ഒരു കാര്യം ഇത് ഇറങ്ങുമ്പോൾ അതിനകത്ത് ലാഭം കിട്ടണമല്ലോ. ഞാൻ പറഞ്ഞു സാർ ഒരു റിക്വസ്റ്റ് ഞാൻ തിരിച്ചു വെച്ചോട്ടെ, ഞാൻ ആ പേര് മാറ്റുന്നതിന് ശേഷം തീരുമാനിച്ചതിന് ശേഷം സാറ് വന്നിട്ട് സാറിന്റെ വായിൽ നിന്ന് ആ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു മൈലേജ് കിട്ടും, അതിനൊന്ന് സാർ വരാം. ഉടനെ സാർ പറഞ്ഞത് എന്തായാലും എന്നെ റിക്വസ്റ്റ് ഇത് ഞാൻ പറയേണ്ടതല്ലേ, എന്റെ ആവശ്യമല്ലേ, ഞാൻ പറഞ്ഞിട്ടുള്ള അല്ല സാർ, ഇത് ഞങ്ങളുടെ അവസ്ഥ തന്നെയാണ്, സാറ് വരണം. സാറ് വന്നിട്ട് ഈ പേര് പുതിയ പേര് അനൗൺസ് ചെയ്താൽ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പേരിനേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും, അതിന് വേറെ മൈലേജും ഉണ്ടാവും. തീർച്ചയായിട്ടും എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി, അന്ന് വന്നിട്ട് ഞാൻ ഈ പേര് മാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞതനുസരിച്ചിട്ടാണ് സാറ് എന്നിവിടെ വന്നിരിക്കുന്നത്.